So hello guys, once again and welcome back to my YouTube channel. Locations നിങ്ങൾക്കറിയാം, ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രീ വെഡിങ്ങോ പോസ്റ്റ് വെഡിങ്ങോ സെലിബ്രിറ്റി ഷൂട്ടോ ഫോട്ടോഷൂട്ടോ മോഡൽ ഷൂട്ടോ എന്ത് ഷൂട്ടാണെങ്കിലും ശരി, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ലൊക്കേഷൻസിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. ഒരു മെയിൻ റോൾ തന്നെ ലൊക്കേഷൻസിന് നല്ലപോലെ ഉണ്ട്. ഇപ്പോൾ ഈവൻ ഞാനൊക്കെ ആണെങ്കിൽ പോലും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറേ ലൊക്കേഷൻസ് ഇങ്ങനെ നോക്കി വെക്കും. എന്നിട്ട് നമുക്ക് ഏതാണോ ഷൂട്ട് വരുന്നത് അല്ലെങ്കിൽ ഏതാണോ മോഡൽ വരുന്നത് അല്ലെങ്കിൽ ഏതാണോ കോസ്റ്റ്യൂം വരുന്നത് അതിനനുസരിച്ച് ഒരു സ്യൂട്ടബിൾ ഉള്ള ലൊക്കേഷൻ നോക്കിയെടുക്കുകയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻസിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. പെയ്ഡ് ലൊക്കേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ നേച്ചറായിട്ട് നമുക്ക് കൊണ്ട് തരുന്ന ലൊക്കേഷൻസും ഉണ്ട്. ഈ പെയ്ഡ് ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം റെഡിയാക്കിയ ലൊക്കേഷൻസൊക്കെ ഉണ്ട്. അങ്ങനത്തെ ലൊക്കേഷൻസൊക്കെ നമുക്കൊരു ഇത്ര മണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മൾ റെൻറ്റിന് എടുക്കുകയാണ് ആക്ച്വലി ചെയ്യുക. അപ്പോൾ പലർക്കും പല റേറ്റാണ് വരിക. ഇപ്പോൾ ഞാനൊക്കെ ഈ ഇടയ്ക്കൊക്കെ പോയി ചെയ്ത ഷൂട്ടെന്ന് പറഞ്ഞാൽ മണിക്കൂറിന് 2500 3000 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. പിന്നെ മണിക്കൂർ കയറുന്നതിനനുസരിച്ച് 1500 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ റൂമിന് ഒരു ഇത്ര റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതോടൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും സാധാരണ രീതിയിൽ ഈ റിസോർട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാലും നല്ല ഫ്രെയിം ആയിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കുറേ റീൽ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് ട്രഡീഷണൽ പ്രീ വെഡിങ് റീൽസൊക്കെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതലും ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ 4 കെട്ട് 8 കെട്ട് ഇല്ലൊക്കെ അങ്ങനത്തെ ലൊക്കേഷൻസൊക്കെയാണ് വരിക. ഇപ്പോൾ അങ്ങനത്തെ ലൊക്കേഷൻസൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കി നല്ല രീതിയിൽ റെഡിയാക്കി വെച്ച് ഒരു മണിക്കൂറിനത്തേന് അല്ലെങ്കിൽ ഇത്ര പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സാധാരണ ഇതിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു ഇത്ര മണിക്കൂർ തന്നെ എടുത്തു കഴിഞ്ഞാൽ എവിടെ വെച്ചാലും ഫ്രെയിം ആയിരിക്കും, നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ടും കിട്ടും, നല്ലൊരു ഔട്ട്പുട്ടും കിട്ടും, ക്ലയൻറ്റ് നല്ല രീതിയിൽ ഹാപ്പി ആവുകയും ചെയ്യും. സോ അക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ ബോധപ്പെടേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് പ്രൈവസി ഉണ്ട്, അതുപോലെ തന്നെ എത്ര ടൈം വേണമെങ്കിലും എടുക്കാം, നമുക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ 1-2 പോരായ്മ എന്നാന്ന് പറഞ്ഞാൽ ചില ക്ലയൻറ്റ്സ് കാണും, അവർക്ക് ആഗ്രഹങ്ങൾ കാണും നല്ല രീതിയിൽ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഈ മണിക്കൂറിന് പേയ്മെൻറ്റ് പറയുമ്പോൾ ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. പിന്നെ അവൈലബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഈവൻ പ്രീ വെഡിങ് ഒക്കെ വരുന്ന ടൈമിൽ എൻ്റെ അടുത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ക്ലയൻറ്റ് പറയും ഇന്ന ഒരു ഡേറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്. സോ ആ ഡേയിൽ നമുക്ക് ഫിക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൂടുതലും ക്ലയൻറ്റ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. സോ ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു റിസോർട്ടുകാരെ അല്ലെങ്കിൽ ഇതുപോലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ച് ചോദിക്കുന്ന ടൈമിൽ ചിലപ്പോൾ അവർ പറയും ഇത്ര ദിവസത്തേന് അവർ ക്ലയൻറ്റ് ഇത്ര ദിവസത്തേന് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരല്ലെങ്കിൽ ഒരു മാസത്തിനല്ല 1 വീക്കിന് റെൻറ്റിന് എടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. സോ അപ്പോൾ അങ്ങനെ 1-2 ലിമിറ്റേഷൻസ് ഒക്കെ ഇതിനുണ്ട്. രണ്ടാമത് വന്നിട്ട് നേച്ചറായിട്ട് കൊണ്ടുതരുന്ന ലൊക്കേഷൻസാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന മിക്ക ലൊക്കേഷൻസും ഞങ്ങളുടെ ഈ ഏരിയയിലായി ഞങ്ങൾ പ്രാന്തപ്രദേശത്തുള്ള ലൊക്കേഷൻസൊക്കെ ആയിരിക്കും. ഫുൾ ഔട്ട്ഡോർ തന്നെയായിരിക്കും കൂടുതലും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഔട്ട്ഡോറാണ് കൂടുതലും ഷൂട്ട് ചെയ്യാൻ താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ഔട്ട്ഡോർ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും ക്ലയൻറ്റ് പറയുകയാണ് ഇന്ന ദിവസം നമുക്ക് ഷൂട്ട് വെച്ചാൽ നമുക്ക് പോയി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ലൊക്കേഷൻ നോക്കി എടുക്കുക, പോയി ചെയ്യുക, പരിപാടി തീർത്തു, നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഔട്ട്ഡോർ ലൊക്കേഷന് വേറൊരു ഗുണം അതാണ്. പക്ഷേ വേറൊരു പോരായ്മ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈം വളരെയധികം കുറവായിരിക്കും. ഇപ്പോൾ ഈവൻ ഞാനൊക്കെ ഒരു ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിയാകുമ്പോൾ ഞങ്ങളവിടെ റെഡിയായിട്ട് നിൽക്കും, എൻ്റെ ക്രൂ റെഡിയായിട്ട് നിൽക്കും. എന്നിട്ട് ലൈറ്റ് കയറി വരുന്ന ടൈമിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങി ഒരു 9 മണിക്കുള്ളിൽ ഞങ്ങൾ അവിടുത്തെ ഷൂട്ട് ഫിനിഷ് ചെയ്യും. ഇല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ ലൊക്കേഷനിൽ പോയി നിൽക്കും. എന്നിട്ടൊരു 3:30 കഴിയുമ്പോഴത്തേനും ലൈറ്റ് പതിയെ ഇൻറ്റൻസിറ്റി ഇറങ്ങി വരുന്ന ടൈമിൽ ഷൂട്ട് ചെയ്ത് ഒരു 6 മണിക്കുള്ളിൽ, അതായത് ഡേ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമ്മൾ ഷൂട്ട് അവിടെ തീർക്കാറാണ് സാധാരണ ഇതിൽ പതിവ്. ഒന്ന് ടൈം. രണ്ടാമത്തെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ തന്നെ ആയിരിക്കും. നമുക്കൊരു പരിധി ഉണ്ട്, അവരുടെ അടുത്ത് ചേട്ടാ മാറി നിൽക്കണം എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റ് തൊട്ട് നമുക്ക് പറയാനും പറ്റില്ല. സോ ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു സദാചാരം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. കാരണം ഞാനൊക്കെയാണ് പോലും ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ പൈകയിൽ മേട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മോഡലിനെ കൊണ്ട് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ടൈമിൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടെ വന്ന് ഇവിടെ പറ്റത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ വിഷയമാക്കി. അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ അങ്ങനെ വളരെയധികം ചുരുക്കമാണ്. കാരണം നമ്മുടെ ക്രൂ ഒക്കെ ആയിട്ട് ചെന്ന് ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം ഇന്ന വർക്കിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പൊതുവെ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അപ്പം അങ്ങനെ 1-2 ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും അടിപൊളിയാണ്. പെയ്ഡ് ലൊക്കേഷൻസ് ആണെങ്കിലും ശരി, നേച്ചറായിട്ട് കൊണ്ടുതരുന്ന ലൊക്കേഷൻസ് ആണെങ്കിലും ശരി, രണ്ടും അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. ബട്ട് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് അടിപൊളിയായിട്ട് നീറ്റായിട്ട് ക്ലീൻ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുക, ആ കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ നമുക്ക് ലൊക്കേഷൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് സാധാരണ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ലൊക്കേഷൻസിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ DM ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.